കറുപ്പുമുളപ്പിന്റെ സിനിമാ വിചാരത്തിലേക്ക് സ്വാഗതം. ഒരു 2024 ഒരു സിനിമയെ പറ്റിയിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുഖപുര നൽകുന്നത്. ആവേശം എന്ന ഫഹദ് ഫാസിലിന്റെ പടം മലയാളത്തിലെ ആവേശം, മലയാള സിനിമയുടെ ആവേശം വാനോളം വളർത്തിയത്, വളരെ പുറകോട്ട് നിന്ന ഒരു സിനിമ, മലയാള സിനിമ വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, കളക്ഷനിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ഊർജ്ജമായിട്ട് വന്ന് തിയേറ്ററുകളിൽ ആവേശമായിട്ട് പടർന്നത് നമ്മൾ ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കഥയോ കാണുമ്പോൾ ഒന്നുമില്ലാതെ ഒരു സിനിമ തിയേറ്ററിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു അപൂർവ സൗഭാഗ്യമാണ് ഫഹദ് ഫാസിൽ. നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലെത്തുന്ന 3 കുട്ടികളുടെ അധോലോകമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ വരുന്നതും തുടർന്ന് അവർ കാണിക്കുന്ന സാഹസങ്ങളുമാണ് ഈ സിനിമയുടെ വിഷയമെന്ന് പറയുന്നത്. ഫഹദ് ഫാസിലിന്റെ വ്യത്യസ്തമായ ഒരു മേക്ക് ഓവറാണ് ഈ സിനിമയിൽ ആൾക്കാർ പ്രതീക്ഷിച്ചതും ഈ സിനിമയെ രക്ഷിച്ചതും. ജുവലറികളുടെ പരസ്യത്തെക്കാൾ ഞെട്ടിക്കുന്ന ഫഹദ് ഫാസിലിന്റെ മേക്ക് ഓവർ ജുവലറികളെ പോലും ഞെട്ടിച്ചു. ഇനി അടുത്ത് കേരളത്തിലെ ജുവലറികൾ ഫഹദ് ഫാസിലിന് വേണ്ടിയിട്ട് മോഡലിങ്ങിനെ ക്യൂ നിൽക്കൂ എന്നുപോലും നമ്മൾ ആലോചിച്ചു പോയ ഒരു പടമാണ്. മാത്രമല്ല, ഈ പടത്തിന്റെ പരസ്യം എന്ന് പറയുന്നത്, പബ്ലിക് റിലേഷൻസും പരസ്യം എന്ന് പറയുന്നത് ഏതൊരു ബിഗ് ബഡ്ജറ്റ് പടത്തിനേക്കാളും മുന്നിലായിരുന്നു. അതാണ് 50 കോടി രൂപ ചെലവാക്കിയ ഒരു പടം 160 കോടിയോളം രൂപ പെട്ടിയിലാക്കി മടങ്ങാൻ കാരണം. ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിലെന്നോട്. മലയാള സിനിമയ്ക്ക് ചില പഞ്ച് ഡയലോഗുകൾ നൽകാൻ ഈ സിനിമ ഉപകരിച്ചു എന്ന് വേണം കരുതാൻ. അമ്മാണെ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാണെ? ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. അമ്പാണെ അണ്ണ ശ്രദ്ധിക്കാൻ പറ. ശ്രദ്ധിക്കണം അങ്ങോട്ട്. ഫഹദ് ഫാസിലിന് പുറമെ ഹിറ്റ്സർ, മിഥുൻ, ജയശങ്കർ എന്നീ യുവ താരങ്ങളും ഈ സിനിമയോട് ശ്രദ്ധേയരായി. കൂടാതെ സഹനടനായ സജിൻ ഗോപുവും വളരെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ നടിമാരൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി സ്ത്രീപക്ഷപാതികള് കേരളത്തിൽ ഒരുപാട് സംസാരം ഉണ്ടായ ഒരു സമയമായിരുന്നു. നായികമാരില്ലാതെ സിനിമ ഇറങ്ങാൻ പാടില്ല എന്ന് വരെ ഇവിടെ പലരും അഭിപ്രായപ്പെട്ടു. നായികമാർക്ക് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടേതായ ഒരു സിനിമ സ്ത്രീകൾക്ക് സംവിധാനം ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നായികയില്ലാതെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയത് മലയാളത്തിലെ ഒരു ചരിത്രമായി, ഒരു വിവാദമായി, അത് ഇന്നും ഒരു ചർച്ചാ വിഷയമായി തുടരുന്നു. നന്ദി, നമസ്കാരം.